സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. പഴയ പോലത്തെ ഒരു ഉത്തരവാദിത്തമല്ല പുതിയ കാലത്തെ MLA-മാർക്കുള്ളത്. ഒന്നിൻ്റെയും പിറകിൽ പോയിട്ടില്ല, എല്ലാം നിമിത്തമായി വന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അവിടെ പ്രസംഗിച്ചത് ഇംഗ്ലീഷിലായിരുന്നു എന്ന്. ഞാൻ പൊളിറ്റിക്സിലേക്ക് വരുന്നത് അത്ര ബെഡ് ഓഫ് റോസസിലൂടെ ഒന്നും അല്ല. എൻ്റെ കുടുംബത്തിൽ നിന്നോ എൻ്റെ ചുറ്റുപാടെന്നോ അങ്ങനെ പൊതുരംഗത്തേക്ക് പ്രവർത്തിച്ച് വന്ന ഒരു അനുഭവമോ പറയാനോ ഇല്ല. അപ്പം ആരെയും ഹേർട്ട് ചെയ്യാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പലപ്പോഴും വിവാഹിതരായി പിന്നെ അവരങ്ങ് ഡിസപ്പിയർ ആയിട്ട് പോകും. എൻ്റെ പാർട്ടിയിൽ ഇപ്പം ഒരു വലിയ റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ജയവും തോൽവിയും നമ്മളെ കയ്യിലല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ജനഹിതാണ്. എൻ്റെ പേരിൽ ഒരുപാട് വ്യാജ അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുണ്ട്. അത് പക്ഷേ റെഗുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ അരാജകത്വത്തിലേക്ക് ഇത് മാറും. ഒരു വ്യക്തി അവരുടെ സാരി ശരിയാക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വകാര്യ സമയത്ത് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആദ്യ വനിതാ MLA ആയി ചരിത്രം കുറിച്ച ഊർജ്ജസ്വലയായ യുവ നേതാവ് പേരാമ്പ്ര MLA അഡ്വക്കേറ്റ് ഫാത്തിമ തെഹ്ലിയയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീമതി ഫാത്തിമ തെഹ്ലി. താങ്ക് യു. ഇപ്പോൾ പറഞ്ഞ പോലെ ചരിത്രം സൃഷ്ടിച്ചു. MLA-യുടെ റോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ തുടക്കമായി. ഞാൻ നേരത്തെ കൗൺസിലറായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ കുറ്റിച്ചിറ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന കൗൺസിലറായിരുന്നു. ഇപ്പം എൻ്റെ ഏരിയയും ഞാൻ ഇടപെടുന്ന ആളുകളുടെ എണ്ണവും ഒക്കെ കൂടി. അപ്പം എനിക്ക് തോന്നുന്നു കാലങ്ങളിലായിട്ടുള്ളൊരു മാറ്റം കൂടി ഉണ്ട്. പഴയ പോലത്തെ ഒരു ഉത്തരവാദിത്തമല്ല പുതിയ കാലത്തെ MLA-മാർക്കുള്ളത്. ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കോൾസ് വരെ അറ്റൻഡ് ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ MLA എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് തുല്യമായിട്ടുള്ള രൂപത്തിലുള്ള ഇടപെടലുകളൊക്കെ തന്നെയാണ്. പിന്നെ ഇത്രയും ആളുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവർക്കൊക്കെ അവസരം കൊടുക്കാനും അവരുടെ വിഷയങ്ങൾ കേൾക്കാനുമുള്ള പിന്നെ ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഇപ്പോൾ പൊതുജീവിതത്തിൽ ഇത്രയും ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ സ്വകാര്യ വ്യക്തി ജീവിതത്തിൻ്റെ സമയം കുറഞ്ഞു വരൂ. തീർച്ചയായിട്ടും അത് യാതൊരു സംശയവുമില്ല. അതങ്ങനെ തന്നെയാണ്. നമ്മൾ പൊതുമേഖലയിലേക്ക് വന്നാൽ ആളുകളുടെ എക്സ്പെക്റ്റേഷൻ ആണല്ലോ നമ്മൾ സെർവ് ചെയ്യുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2012 മുതൽ ഇത്തരത്തിൽ രാഷ്ട്രീയ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പിന്നെ ക്രമാതീതമായിട്ട് തിരക്കുകൾ കൂടുകയേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ യാത്രകളാണ്. അതെ, MSF-ന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഹരിതയുടെ പ്രഥമ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. അപ്പം അന്ന് മുതലുള്ള തിരക്കുകൾ ഉണ്ട് എങ്കിലും ഇങ്ങനെ കഴിയും തോറും ആ തിരക്കുകൾ കൂടി വന്നു. യാത്രകളായിരുന്നു പലപ്പോഴും. അപ്പം ഇതെല്ലാം മാനേജ് ചെയ്യലൊക്കെ സ്വാഭാവികമായിട്ടും അതിനോടൊപ്പം അങ്ങനെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയെന്നാണ് തോന്നുന്നത്, പറ്റുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഫാത്തിമയുടെ ഒരു കരിയർ ഗ്രാഫ് അതൊന്നും പ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിലും പക്ഷേ ആ ഒരു കഴിവിനനുസരിച്ച് ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതെനിക്ക് ഓർഗാനിക്കായിട്ട് അത്തരത്തിൽ അവസരങ്ങൾ വന്നു. ഒന്നിൻ്റെയും പിറകിൽ പോയിട്ടില്ല, എല്ലാം നിമിത്തമായി വന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. MSF-ന്റെ തന്നെ വേദിയിലേക്ക് ആദ്യമായി പോവുകയും ആ ഒരു പൊതുയോഗത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് അപ്രതീക്ഷിതമായി വരികയും ചെയ്തതായി കേട്ടിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചത്? അത് ഹരിത എന്ന് പറയുന്ന MSF-ന്റെ ഒരു വിദ്യാർത്ഥിനി കൂട്ടായ്മയുടെ രൂപീകരണം അത് 2012 നടക്കുന്നത്. ആ സമയത്ത് ഞാൻ കോഴിക്കോട് ലോ കോളേജിൽ പഠിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇതേപോലെ ഒരു ഓഫ് ഡേ, ഒരു സാറ്റർഡേ ആണെന്ന് തോന്നുന്നു, ഞാൻ ആ സമയത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട് ജില്ലാ കോടതിയിൽ. അപ്പോൾ എനിക്കൊരു കോൾ വരികയാണ്, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നാട്ടിൽ നിന്നാണ് കോൾ വരുന്നത്, ഒന്ന് പോകണം. ഞാൻ MSF-ലൊക്കെ ഞങ്ങൾക്ക് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് റോളില്ലാത്തൊരു സമയമാണ്. മെമ്പർഷിപ്പ് വേണമെങ്കിൽ തരും, എന്നാൽ നമ്മൾ ആ ജാഥയിലുണ്ടാകും അല്ലെങ്കിൽ പരിപാടിയിൽ വന്നിരിക്കും എന്നല്ലാതെ വേറൊരു റോളില്ല, വേദിയിലേക്ക് വരില്ല. പക്ഷേ നമ്മൾ ഈ വെക്കേഷനിലൊക്കെ എൻ്റെ നാട്ടിൽ ചെറിയ ചെറിയ പരിപാടികൾ സംഘടിപ്പിക്കാനൊക്കെ അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വെക്കേഷൻ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കോൾ വന്നപ്പം ഞാൻ ആയിക്കോട്ടെ ഞാൻ പോകാമെന്ന് പറഞ്ഞു. വളരെ നമുക്ക് വേറെ ഉത്തരവാദിത്വമൊന്നുമില്ലല്ലോ, പരിപാടിയിൽ പോയിരിക്കല്ലേ. അങ്ങനെ വളരെ സരസമായിട്ട് അങ്ങനെ പോയി. അവിടെ എത്തിയപ്പോൾ ആരെയും കാണുന്നില്ല. അന്വേഷിച്ചപ്പോൾ പരിപാടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പിന്നീട് ഒരുപാട് ആളുകൾ വരുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, പെൺകുട്ടികൾ കൊടി വീശുന്നു. അതിൻ്റെ ഒരു മാസ്മരികതയിൽ ഇരിക്കുമ്പോഴാണ് വീണ്ടും കോൾ വരുന്നത്, ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കണം എന്ന് പറഞ്ഞിട്ട്.
ആ മൊമെന്റ് ആണ് എൻ്റെ ലൈഫിൽ യഥാർത്ഥത്തിൽ ആ ട്വിസ്റ്റ് വേദിയിൽ ആയിട്ട് വന്നത്. ആരൊക്കെ ഉണ്ടായിരുന്നു? വേദിയിൽ വലിയ വലിയ നേതാക്കന്മാർ, തമിഴച്ചി തങ്കപ്പാണ്ഡ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള അത് പിന്നീട് MP പോയറ്റ് ആയിട്ടുള്ള MP ആയിട്ടുള്ള മാഡം അന്ന് ആ പരിപാടിക്ക് വന്നിരുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട് അന്ന് അവരോട് ഞാൻ സംസാരിച്ചത്. കാരണം പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുക എന്ന് പറയുമ്പം ആ സ്റ്റേജിൽ വെരി നെക്സ്റ്റ് ആയിട്ട് ഗസ്റ്റിൻ്റെ അടുത്ത് ഇരിക്കുകയാണല്ലോ. പിന്നെ സമദാനി സാഹിബിനെ പോലെ ആളുകളുണ്ട്, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അങ്ങനെ പ്രമുഖരായിട്ട് നമ്മൾ ഈ പത്രത്തിൽ കാണുന്ന ആളുകളൊക്കെ ആ സദസ്സിൽ, അതെ, നളന്ദ ഓഡിറ്റോറിയത്തിൽ നിരന്നിരിക്കുന്ന വലിയ കൂറ്റൻ വേദിയിൽ പരിപാടിയിൽ എനിക്ക് അധ്യക്ഷത വഹിക്കാൻ പെട്ടെന്ന് പറയുന്നു. ഓൾ ഓഫ് എ സഡൻ ഞാൻ പോയിട്ട് അധ്യക്ഷത വഹിക്കുന്നു. പിന്നീട് അവിടെ കമ്മിറ്റി പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ഈ ഗൂസ് ബംസിൽ ഇങ്ങനെ ഇരിക്കുക, ഇത്രയും പെൺകുട്ടികളെ ആവേശത്തിൽ, ആളുകളുടെ ആവേശത്തിൽ ഇരിക്കുമ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എൻ്റെ പേര് അവിടെ പറഞ്ഞതൊന്നും. അത് കഴിഞ്ഞ് താഴെ ഇറങ്ങി മാധ്യമപ്രവർത്തകർ വന്നപ്പോഴാണ് പ്രഥമ ജനറൽ സെക്രട്ടറി ആയിട്ട് എന്നെ പ്രഖ്യാപിച്ച വിവരം ഞാൻ അറിയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഇവരെല്ലാം കണ്ടോണ്ടിരിക്കുവായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ഞാൻ അവിടെ പ്രസംഗിച്ചത് ഇംഗ്ലീഷിലായിരുന്നു. ഒരു വിചിത്രമായിട്ടുള്ള ഒരു കാര്യം. നല്ല രീതിയിൽ മലയാളവും ഇംഗ്ലീഷും കൈകാര്യം ചെയ്യാൻ പറ്റും. അതെ, ഞാൻ പിന്നെ നമ്മളെ കേരളോത്സവം ഉണ്ടല്ലോ, നമ്മുടെ യുവജനക്ഷേമ ബോർഡ് നടത്തുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് ലെവലിലൊക്കെ ഞാൻ പ്രസംഗിക്കാനും പാടാനും എഴുതാനും ഒക്കെ വന്നിട്ടുണ്ട്. അതെ, ആ സമയത്തൊക്കെ ഇപ്പൊ പാടില്ല, അന്നൊക്കെ പാടുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു, എനിക്ക് നമ്മൾ ഈ അക്കാഡമിക്കലി ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, സ്റ്റേജ് പെർഫോമൻസ് അല്ലെങ്കിൽ എക്സ്റ്റെമ്പറി എന്നൊക്കെ പറയുമ്പം അത് നമ്മൾ കോമ്പറ്റീഷൻ്റെ ഭാഗമായി ചെയ്യുന്നതല്ലല്ലോ പൊളിറ്റിക്കൽ ഇതിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടുന്ന് എന്നോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ സംസാരിച്ചു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അതാണ് ശരിക്കും ഒരു വഴിത്തിരിവായി മാറിയ ഹരിതയുടെ ആദ്യ പ്രഥമ ജനറൽ സെക്രട്ടറി. അതെ അതെ. പക്ഷേ ഫാത്തിമയുടെ ഒരു കരിയറിൽ ഹരിത തന്നെയാണ് ഏറ്റവും വലിയൊരു ഫാത്തിമയെ പോപ്പുലർ ആക്കിയതും അതിനെ തുടർന്നുണ്ടാകുന്ന ചില വിഷയങ്ങൾ. അതായത് പരാതി കൊടുക്കും, വനിതാ കമ്മീഷന് പരാതി കൊടുക്കുന്നു, MSFൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പാർട്ടി നീക്കം ചെയ്യേണ്ടി വരുന്നു. അതോടുകൂടി പെട്ടെന്നൊരു ടേൺ ഡൗൺ ചെയ്തു, അല്ലെ ഒരു കരിയർ അവിടെ തീർന്നു, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? ഇല്ല, ഞാൻ കരുതുന്നത് ഇപ്പം ഹരിതയിൽ ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നു, പിന്നീട് അതിൻ്റെ പ്രസിഡൻ്റായി, 2 ടേമിൽ അതിൻ്റെ പ്രസിഡൻ്റായി. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പെൺകുട്ടികളെ ഇങ്ങനെ ഏകോപിപ്പിച്ചെടുക്കുക, പ്രത്യേകിച്ച് ഈ ഏജുള്ള കുട്ടികളെ, നമുക്കറിയാമല്ലോ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പം അവർക്ക് പൊളിറ്റിക്സിൽ എൻഗേജ് ചെയ്യുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. പിന്നെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയും അതിലുള്ള ആളുകളൊന്നും ഇതിനോട് പാകപ്പെട്ട ആളുകളല്ല. ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയാമല്ലോ, ഞാൻ പൊളിറ്റിക്സിലേക്ക് വരുന്നത് അത്ര ബെഡ് ഓഫ് റോസസിലൂടെ ഒന്നും അല്ല. എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ കുടുംബം പോലും ഒരു പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിനോട് പോസിറ്റീവായിട്ട് പച്ചക്കൊടി കാണിച്ച ആൾക്കാരൊന്നും അല്ല. അച്ഛൻ പക്ഷേ കൗൺസിലറൊക്കെ അല്ല, എൻ്റെ ഉപ്പ വാർഡ് മെമ്പർ ആയിരുന്നു. ലീഗ് ഫാമിലിയാണ് എൻ്റെത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടിയിട്ട് ഞങ്ങളൊരു പിന്നെ പരമ്പരാഗത സുന്നി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ മുന്നിൽ ഒരാൾ, ഒരു പെൺകുട്ടി, ഒരു സ്ത്രീയോ എൻ്റെ കുടുംബത്തിൽ നിന്നോ എൻ്റെ ചുറ്റുപാടെന്നോ അങ്ങനെ പൊതുരംഗത്തേക്ക് പ്രവർത്തിച്ച് വന്ന ഒരു അനുഭവമോ പറയാനോ ഇല്ല. അപ്പം തീർച്ചയായിട്ടും പാരൻസിന് അതിൻ്റെ വെറീസ് ഉണ്ടാവും. അവർ കാണുന്ന ഒരു പൊളിറ്റിക്കൽ ഇതിലേക്ക് ഒരു പെൺകുട്ടി അവരുടെ വീട്ടിൽ നിന്ന് ഒരു മോള് പോകുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് ധൈര്യത്തിലാണ് ഇറങ്ങി പുറപ്പെട്ടത്? അത് ഉള്ളിൽ നിന്നുള്ളൊരു ഇൻറ്റ്യൂഷൻ അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. എന്നോട് ഇതിന് ചോദിക്കുമ്പോൾ എനിക്ക് അതല്ലാതെ ഒരു മറുപടി പറയാനില്ല. അല്ല, അത് എപ്പോഴും ഫാത്തിമയുടെ മുഖത്ത് എന്തും നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം, ആ ഒരു ദൃഢനിശ്ചയം പ്രകടമാണ്. ഇതെവിടെ നിന്ന് കിട്ടി? അതിന് ആൻസർ അങ്ങനെ എന്തോ ബ്ലഡിൽ ഉണ്ടായിട്ടുണ്ടാവണം. എനിക്ക് എന്നോട് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് നോ ആണ്. നോ മാത്രമേ കേട്ടിട്ടുള്ളൂ ഒരുപാട് കാലം. പക്ഷെ ആ നോയിൽ നമ്മൾ നിന്ന് പോകാൻ നമുക്ക് പറ്റും, അതിനെ മറികടക്കാനും നമുക്ക് പറ്റും. നിങ്ങൾ ഏത് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാ. ഞാൻ എൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള തോന്നലുകളെ, ആ തോന്നലുകൾ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, ചില വിഷയങ്ങളിൽ ഇടപെടണമെന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഓപ്പൺലി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഏതെങ്കിലും റൈറ്റ് വയലേഷൻ കണ്ടാൽ ഇടപെടുന്ന ഒരാളാണ് ഞാൻ. സ്കൂൾ ലെവൽ മുതലേ ഞാൻ അങ്ങനെയാണ്, കുട്ടിയായിരുന്ന സമയം മുതലേ ഞാൻ അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വലിയ ഓർത്തഡോക്സ് പശ്ചാത്തലമാണോ വീട്ടിൽ, അതോ കുറച്ചുകൂടെ ലിബറൽ ആയിരുന്നില്ലേ? അല്ലല്ല, എൻ്റെ ഫാമിലി അത്യാവശ്യം നന്നായി ഓർത്തഡോക്സ് ഫാമിലി തന്നെയാണ്. അത് കാലങ്ങളായിട്ട് ഞാൻ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് തീർച്ചയായിട്ടും എൻ്റെ കുടുംബവും പരിണപ്പെട്ടുകൊണ്ട് വരുമല്ലോ. കുടുംബത്തെ മാറ്റിയെടുത്തോളല്ലേ? അതെ, എനിക്ക് തോന്നുന്നത് കുടുംബത്തെ മാറ്റിയെടുത്തു എന്നല്ല, എനിക്ക് എന്നോടൊപ്പം അവരും ഒത്തിരി സ്ട്രഗിൾ ചെയ്തു.
അവരുടെ എന്തായാലും പാരൻസിന് അവരുടെ താല്പര്യങ്ങളുണ്ടാകും, സമൂഹത്തിന് താല്പര്യങ്ങളുണ്ടാകും, അത് നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങളെ താല്പര്യങ്ങൾ എവിടെ വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരെയും ഹേർട്ട് ചെയ്യാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഒരുപാട് പിന്നെ പല ആളുകളെയും ഹേർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ എപ്പോഴെങ്കിലും സന്തോഷിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഹരിതയിലെ ഒരു പ്രതിസന്ധി അതിനെ ഒരു പോസിറ്റീവായിട്ട് എടുത്തോ? ഞാൻ പറഞ്ഞല്ലോ, ഹരിതയിൽ ഒന്നാമത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നിങ്ങളീ പറയുന്ന വിഷയത്തെക്കാളും ഒക്കെ വളരെ ഗൗരവമായിട്ടുള്ള പ്രതിസന്ധി എനിക്ക് തോന്നിയത് പെൺകുട്ടികളെ ഇതേപോലെ ഒരു പൊളിറ്റിക്കൽ അസംബിൾ ഏൽപ്പിക്കാനുള്ള കഠിനമായിട്ടുള്ള പ്രയാസമാണ്. ആദ്യഘട്ടത്തിൽ 2012 ഹരിത ഫോം ചെയ്തു എങ്കിലും അന്ന് 12 ആളുകളുള്ള കമ്മിറ്റിയാണ് ഫോം ചെയ്തത്. അതിൽ എവിഡൻ്റ് ആയിട്ട് ഞങ്ങൾ 2-3 പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 2-3 പേര്. അതിൽ പിൽക്കാലത്ത് ഇപ്പം തിരുവനന്തപുരത്ത് നിന്നുള്ള ബുഷ്ര ഹാരിസ് അഡ്വക്കേറ്റാണ് അവരുണ്ടായിരുന്നു. അവർ പ്രഥമ വൈസ് പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ ഇവിടുത്തെ വനിതാ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ ഫാത്തിമ സുഫീല PSMO കോളേജിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ വളരെ കുറച്ച് ആളുകളെ ആ സംഘടനയിൽ അന്നുണ്ടാക്കിയ കമ്മിറ്റിയിൽ പിന്നെ സസ്റ്റെയിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ പ്രയാസങ്ങളുണ്ട്, ഇവർക്കും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും എക്യുപ്പ് ചെയ്ത് കൊണ്ടുപോവുക. ആ ഏജിലുള്ള പ്രത്യേകിച്ച് കോളേജ് ഗോയിങ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് ഏണിങ്സ് ഉണ്ടാവില്ല, വീട്ടിൽ നിന്ന് വിടാനുള്ള പ്രതിസന്ധികൾ ഒരുപാടുണ്ടാകും, അവർക്ക് സെൽഫായിട്ട് നിലപാട് പലപ്പോഴും പുറത്ത് പറയാനുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും. അപ്പോൾ ഇതിനൊക്കെ പിന്നെ വിവാഹപ്രായമാണ്. പലപ്പോഴും പിന്നെ വിവാഹിതരായി പിന്നെ അവരങ്ങ് ഡിസപ്പിയർ ആയിട്ട് പോകും. നമ്മൾ സ്കൂളിലൊക്കെ കോളേജിൽ തന്നെയുള്ള കുട്ടികളെ കുറിച്ച് പറയുന്നതാ, ഇവരെവിടെ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ടാകും, പിന്നെ അവരെ ജോലി മേഖലയിൽ കാണുന്നത്. ഈ സെയിം വിഷയങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നു. അപ്പം പിന്നീട് ഇതിൻ്റെ പിന്നാലെ പോയി സ്റ്റേറ്റ് ലെവലിൽ ഈ ഓർഗനൈസേഷനെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത് ചെറുതല്ലാത്ത വെല്ലുവിളിയാണ്. അതുകൊണ്ട് പിൻബലമില്ലായിരുന്നു. തീർച്ചയായിട്ടും MSFൻ്റെ പിൻബലം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ട് ഈ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് അതിനുള്ള ആത്മധൈര്യം കൊടുക്കുക, നിങ്ങളുടെ മക്കൾക്ക് പൊളിറ്റിക്സിലേക്ക് ബുദ്ധിമുട്ടില്ലാതെ വരാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് ഒരുക്കിയത് എന്നുള്ളത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. MSF എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ സമയത്തുണ്ടായിരുന്നത് അധികവും ആൺകുട്ടികളായിട്ടുള്ള നേതാക്കന്മാരാണ്. MSFൻ്റെ നേതൃത്വത്തിലുള്ള ചില ആൺകുട്ടികൾക്ക് ഒരു അസൂയ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള സിസ്റ്റായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പ്രതിസന്ധിയൊക്കെ വന്നത് വനിതാ കമ്മീഷൻ ഇല്ല, അതൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. ആദ്യ കാലഘട്ടത്തിൽ അല്ലെ, അത് കഴിഞ്ഞിട്ട് ഈ വിഷയം നമ്മൾ സംസാരിക്കുമ്പം അതിനു മുമ്പേ 2 കാലങ്ങൾ നേരത്തെ കടന്നു പോയിട്ടുണ്ട്. PK ഫിറോസ് പ്രസിഡന്റും TP അഷ്റഫ് അലി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് ഹരിത രൂപീകരിക്കുന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള വേറെ കമ്മിറ്റി വന്നു. അങ്ങനെ കമ്മിറ്റികൾ മാറി വന്നു. നിങ്ങൾ ഈ പറയുന്ന വിഷയമൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെ പിന്നെ മീഡിയകൾ പറയുന്ന ഹരിത വിവാദം എന്നൊക്കെ പറയുന്ന സാധനം ഏറ്റവും ഒടുവിലായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ജേണിയാ, ഈ യാത്രയിൽ വന്നിട്ടുള്ള പ്രതിസന്ധികളിൽ പിന്നെ ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രതിസന്ധി നിങ്ങൾ ഈ പറയുന്ന വിഷയമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതിനേക്കാൾ പലതും കടന്നു പോയിട്ടുണ്ട്, പലതും ആളുകൾ അറിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ അടുത്തൊരു ദിവസം ഞാൻ നമ്മുടെ നിമ്ന എഴുതിയിട്ടുള്ള പിന്നെ ആ പുസ്തകം ഉണ്ടല്ലോ, അതിലൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നിങ്ങൾ ആളുകൾ അറിയുന്നുണ്ടാകും, പക്ഷെ നിങ്ങൾ വന്ന വഴികൾ, നിങ്ങൾ കടന്നു വന്നിട്ടുള്ള ഈ യാത്രയിലുള്ള ക്ലേശങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ ആളുകൾ അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ നിങ്ങൾ കാണുന്നതിനപ്പുറത്തേക്കുള്ള ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ കടന്ന് മാനസികമായിട്ടുള്ള ഒരുപാട് ഘട്ടങ്ങൾ കടന്നിട്ടാണ് അങ്ങനെ ഒരു മേഖല, അങ്ങനെ ഒരു സമയത്തേക്ക് നമ്മൾ എത്തുന്നത്. റോസാദലങ്ങൾ വിരിച്ച പാതയായിരുന്നില്ല, ഒരിക്കലുമല്ല. പക്ഷേ എങ്കിലും അതിനിടയിലും ഈ റോസാദലങ്ങളും കുപ്പിച്ചില്ലുകളും എന്ന് പറയുമ്പോൾ കൂടുതൽ കുപ്പിച്ചില്ലുകളാണ് നിറഞ്ഞ പാതയാണ്. പക്ഷേ എങ്കിലും അവിടെ എവിടെയൊക്കെ ആൾക്കാരിങ്ങനെ കുറേ ആൾക്കാരെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചേർത്ത് നിർത്താൻ ഒത്തിരി ആളുകൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും നമ്മളിപ്പോൾ ഈ പറയുന്ന പിന്നെ ഞാൻ ഇങ്ങനെ ഒരു MLA ആയി ഇപ്പോൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരുപാട് ആളുകളുടെ പ്രയത്നമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആശീർവാദമുണ്ട്. ബഹുമാനീയരായിട്ടുള്ള എൻ്റെ നേതാക്കന്മാർ എത്രയോ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ഇല്ല, അവർ തീർച്ചയായിട്ടും ആഗ്രഹിച്ചിരുന്നു. ഇതിലൊരുപാട് ഘടകങ്ങളുണ്ടല്ലോ, ആഗ്രഹം മാത്രം പോരാ, ഈ ഘടകങ്ങളെയെല്ലാം അതിനെ ടേൺ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഇത്തവണ 2 പേർക്ക് സീറ്റ് തന്നു. ആ 2 പേരിൽ
ഒരാളായിട്ട് ജയിച്ചു വരാൻ സാധിച്ചു. ചെറുതല്ലാത്ത കാര്യമാണ്. കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, പാർട്ടി പ്രവർത്തകർ, പിന്നെ മുന്നണിയിലുള്ള ഒത്തിരി സഹപ്രവർത്തകർ, അങ്ങനെ എല്ലാവരുടെയും കഠിനാധ്വാനത്തിൻ്റെ ഒരു അനന്തരഫലമാണ് പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുള്ള വിജയം. 33-ാമത്തെ വയസ്സിൽ MLA ആയി. അതെ അതിനു മുമ്പ് കൗൺസിലറുമായി. അതെ അതെ. പക്ഷെ എന്നിട്ടും പൊതുവിമർശനം ലീഗ് വനിതകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നാണ്. അതിനെ എങ്ങനെ കാണും? ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സീറ്റിലേക്ക് ആളുകളെ ഇരുത്തുക എന്നുള്ളതല്ല, പൊളിറ്റിക്കലി ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയിലേക്ക് പെൺകുട്ടികളെ എത്തിക്കുക, സ്ത്രീകളെ എത്തിക്കുക എന്നുള്ളതാണ്. അത് ഈ ഒരു സമസ്യ നമ്മൾ ഈ ലോകത്തിനെ, സമൂഹത്തിനെ തന്നെ പരിശോധിക്കുമ്പം ഈ ഒരു ഇക്വിലിബ്രിയം നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ ഡിസിഷൻ മേക്കിങ്ങിലുള്ള, പിന്നെ ഒരു പോളിസി മേക്കിങ്ങിലുള്ള അവസരങ്ങൾക്ക് എല്ലാവർക്കും തുല്യത കൊടുക്കുന്ന രൂപത്തിലൊരു ഇക്വിലിബ്രിയം നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. ആ ഇക്വിലിബ്രിയത്തിൻ്റെ പോരായ്മ കൊണ്ടാണ് നമ്മൾ ഈ റിസർവേഷൻ എന്ന് പറയുന്ന കാര്യത്തിനെ കൂടുതലായിട്ട് കൊണ്ടുവരണം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പോളിസി മേക്കിങ്ങിലേക്ക്, രാഷ്ട്രീയ പിന്നെ തലപ്പത്തേക്കൊക്കെ സ്ത്രീകൾ കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള വേദികൾ ഉണ്ടാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ ലീഗിൻ്റെ കാര്യം മാത്രം പറയുമല്ല, കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ എടുത്താൽ അവരും എല്ലാം സ്ത്രീ തുല്യതയെക്കുറിച്ച് വാചകമടിക്കുമെങ്കിലും അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എന്നൊക്കെ പറയുന്ന പോലെ വന്ന് ഈ നിയമസഭയിലെ പ്രാതിനിധ്യം അല്ലെ ലോക്സഭാ സീറ്റിലെ പ്രാതിനിധ്യം ഇതിലൊക്കെ ഇത് അവർക്ക് കൊടുക്കേണ്ട ചില സീറ്റുകൾ കൊടുക്കും എന്നുള്ള അല്ലാതെ അതിനപ്പുറം ഒരു തുല്യ പ്രാതിനിധ്യം കൊടുക്കാൻ ഇത്രയും കാലം പുരോഗമിച്ചിട്ടും കേരളത്തിൽ കഴിയുന്നില്ല. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. അത് പ്രത്യേകിച്ച് പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന CPM പോലും ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കിയാൽ അവരുടെ പോളിറ്റ് ബ്യൂറോയിലൊക്കെ എത്ര സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് എന്നുള്ള കണക്ക് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്നാലും ആനുപാതികമായിട്ടുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഒക്കെ ക്വസ്റ്റ്യനിങ് ആണ്. പക്ഷേ പിന്നെ പാർട്ടി കോൺഗ്രസ്സിൽ നമ്മൾ ശൈലജ ടീച്ചറൊക്കെ കഴിഞ്ഞ തവണ പ്രതീക്ഷിച്ചു ഇവരാരും വരുമെന്ന്, അവരാരും വന്നില്ല. അപ്പം അങ്ങനെ നോക്കുമ്പം പാർട്ടി, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ടി ക്രിട്ടിസൈസേഷന് ഓൾവേസ് പിന്നെ ഇങ്ങനെ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ എൻ്റെ പാർട്ടിയിൽ ഇപ്പം ഒരു വലിയ റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് യൂത്ത് ലീഗിൽ, ഞാൻ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, ഏക വനിതയാണ് ഇപ്പം നിലവിലുള്ള. എന്നാൽ 20% യൂത്ത് ലീഗിൻ്റെ എല്ലാ ഘടകങ്ങളിലും സ്ത്രീകൾക്ക് ഞങ്ങൾ റിസർവ് ചെയ്തിരിക്കുകയാണ്. 20% ഇനി എല്ലാ യൂണിറ്റ് ലെവൽ മുതൽ സംസ്ഥാന തലം വരെയുള്ള കമ്മിറ്റികളിൽ 20% സ്ത്രീകൾ ഉണ്ടാവണം എന്നുള്ളത് ഞങ്ങളുടെ ഇത്തവണത്തെ നിബന്ധനകളിൽ പെട്ടതാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്കറിയാം MSFൽ പെൺകുട്ടികൾ വന്നു. MSFൻ്റെ പ്ലാറ്റ്ഫോം, MSFൻ്റെ നാഷണൽ കമ്മിറ്റിയിൽ, പ്രഥമ നാഷണൽ കമ്മിറ്റിയിൽ ഏക വനിതയായിരുന്നു ഞാൻ. ആദ്യമായിട്ടൊരു പക്ഷേ പാർട്ടിയുടെ ജനറൽ പോസ്റ്റിലേക്ക് വരുന്നൊരു പെൺകുട്ടി. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം ഒരു വലിയ റെവല്യൂഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റെവല്യൂഷൻ മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയില്ല. ഏതൊക്കെ പാർട്ടിയിൽ ഇത്രമാത്രം സ്ത്രീകൾക്ക് സാന്നിധ്യം കൊടുത്തിട്ടുണ്ട്? ഒരു 20% റിസർവേഷൻ എന്ന് പറയുന്ന ചെറിയ കാര്യമല്ലല്ലോ. യുവജന സംഘടനയുടെ തലപ്പത്തേക്ക് ആളുകൾക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കാർപ്പറ്റാണത്. എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ശ്രീമതി നുർബീന റഷീദ് അവരെ കഴിഞ്ഞ തവണ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. ഫാത്തിമ വനിതാ ലീഗിൻ്റെ സ്ഥാനാർത്ഥി അല്ലെന്നൊരു കമൻ്റ് അടിച്ചായിരുന്നു. അതെ, അത് ഒറ്റപ്പെട്ട കാര്യങ്ങളാണ്. അതിന് ഉത്തരം ബഹുമാനപ്പെട്ട വനിതാ ലീഗിൻ്റെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഇപ്പം ഈ സമുദായത്തിലാണെങ്കിലും വേറൊരു സമുദായത്തിലാണെങ്കിലും സ്ത്രീകൾ മുന്നിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരെ ഒന്ന് പിടിച്ച് താഴ്ത്താനുള്ള ശ്രമം അത് സ്ത്രീകൾക്കിടയിൽ നിന്നും പുരുഷന്മാർക്കിടയിൽ കൂടുതലാണ്. മനോഭാവത്തിൻ്റെ വിഷയമാണത്, മനോഭാവമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സ്ത്രീകളാവണം പുരുഷന്മാരാവണം എന്നൊന്നുമില്ല. നിങ്ങളെങ്ങനെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ വിഷൻ എന്താണ്, നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഞാനൊരിക്കലും പുരുഷന്മാരായതുകൊണ്ട് സ്ത്രീകളായതുകൊണ്ട് എന്ന് പറയില്ല. നിങ്ങളുടെ മനസ്ഥിതി എന്താണ്, മനോഭാവം എന്താണ്? കൂടുതൽ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരുന്നതിനെ നിങ്ങൾ അനുകൂലിക്കുന്ന ആളാണോ? അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ ചിന്ത ആ രൂപത്തിലാണോ, ഓറിയൻറ്റേഷൻ ആ രൂപത്തിലാണോ എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നു, സ്ത്രീകൾ കൂടുതൽ അങ്ങനെ പുറം ലോകത്തേക്ക് വരികയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെൻ്റെ പാർട്ടിയിലല്ല, ഏത് പാർട്ടിയിലാണെങ്കിലും പൊതുമേഖലയിൽ ഇടപെടുമ്പം, പൊതുരംഗത്തേക്ക് വരുമ്പോൾ, പൊതുസ്ഥലത്തേക്ക് വരുമ്പം അവർക്ക് മാന്യമായിട്ടുള്ള ബഹുമാനവും അവകാശങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു മനോഭാവത്തിന് പാർട്ടിയിൽ നിന്നും
സഹപ്രവർത്തകരിൽ നിന്നൊക്കെ പിന്തുണ ലഭിക്കുന്നുണ്ടോ? അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് ഒറ്റക്കല്ലല്ലോ നമ്മളോടൊപ്പം ഒരു ചെറിയ ഒരു കൂട്ടമെങ്കിലും ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അവരാണ് യഥാർത്ഥത്തിൽ വലിയ ശക്തിയായിട്ട് നമ്മളുടെ ഒരു പ്രോത്സാഹനമായിട്ട് പ്രവർത്തിക്കുന്നത്. കുറേ വർഷം മുമ്പ് നമ്മുടെ മലപ്പുറം ലേഖകൻ ഷാബിൽ ബഷീർ പുള്ളി ഒരു പരമ്പര ചെയ്തിരുന്നു, ഇൻക്രെഡിബിൾ മലപ്പുറം എന്നായിരുന്നു. അതിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറത്ത് പെൺകുട്ടികൾ ഭയങ്കരമായി മുന്നിലേക്ക് പോയി. അവർ റാങ്ക് മേടിക്കുന്നു, നല്ല നിലയിൽ മാർക്ക് മേടിച്ച് പാസ്സായി നല്ല ജോലിയിൽ പോകുന്നു. അവർക്ക് പറ്റിയ പുരുഷന്മാരെ കണ്ടെത്താൻ പോലും പ്രയാസമായിരുന്നു. ശരിയാ. അങ്ങനെ ആ ഒരു ഇത് രാഷ്ട്രീയത്തിലേക്ക് ഏത് പാർട്ടി ആയിക്കോട്ടെ അങ്ങനെ ഈ നമ്മുടെ സമുദായത്തിൽ നിന്ന് അങ്ങനെ വരുന്നുണ്ടോ? എനിക്ക് തോന്നിയ അതോ കാര്യം ഇപ്പോഴും പഴയ ചട്ടക്കൂടും നിയന്ത്രണങ്ങളും അതുപോലെ നിൽക്കുകയാണോ? അല്ല, ഞാൻ ഈ ചട്ടക്കൂട് നിയന്ത്രണം എന്നുള്ളതിനപ്പുറത്തേക്ക് പെൺകുട്ടികൾക്ക് ഇന്ന് സെൽഫ് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതിനവർ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ എഡ്യൂക്കേറ്റഡ് ആണ്. രണ്ടാമത് ദേ സ്റ്റാർട്ടഡ് ഏണിങ്. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയയുടെ കാലമൊക്കെയാണ്. സോ അവിടെ ഒരു പോസിബിലിറ്റി വരികയാണ്, നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിബിലിറ്റി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതിനപ്പുറത്തേക്ക് റൈറ്റ്സിനെ കുറിച്ച് വളരെ ബോധേഡാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ റൈറ്റ്സ്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എവിടെ നോ പറയണം, ഈ കാര്യങ്ങളിലൊക്കെ വളരെ അലേർട്ടാണ് പെൺകുട്ടികൾ. നമ്മൾ ഈ പെൺകുട്ടികൾക്ക് ഇതേപോലെ അറിവ് കൊടുക്കുന്ന പോലെ ആൺകുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെ ഒരു എലവേഷൻ നമ്മൾ കൊടുത്തില്ല. നമ്മൾ ഒരു ഏരിയ ഫോക്കസ് ചെയ്തപ്പം ആൺകുട്ടികളെ നമ്മൾ ഓക്കെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നു ഇത് രണ്ടും എക്യുപ്പ് ചെയ്ത് കൊണ്ടുവരണം. നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത്, രണ്ടുപേരെയും ഈക്വലി ഫോക്കസ് ചെയ്ത് കൊണ്ടുവരണം. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൺകുട്ടികളെ നഷ്ടപ്പെടുന്നത്? ആൺകുട്ടികൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല? അവരെന്തുകൊണ്ട് വേഗം തൊഴിൽ തേടിയിട്ട് വിദേശത്തേക്ക് പോകുന്നു? പിന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ എന്തുകൊണ്ടാണ് കുറഞ്ഞു വരുന്നത്? അപ്പം അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. നമ്മൾ ഒരു ടീമിനെ നമ്മൾ വളരെ ഫോക്കസ് ചെയ്യുമ്പം മറ്റൊരു ടീമിനെ നമ്മൾ മറന്നു പോകരുത്. ഇത് രണ്ടും ഈക്വലി പോവേണ്ട ഒരു പിന്നെ ആവശ്യമുണ്ട് നമുക്ക്. ആൺകുട്ടികളോടൊപ്പം അവർക്ക് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ വരണം. അവരെ കൂടി നമ്മൾ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം തോന്നുന്നു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് LDFിൻ്റെ കൺവീനറായിട്ടുള്ള CPMൻ്റെ ഒരു വലിയ നേതാവിനെയാണ്. ശരിക്കും ആ പേരാമ്പ്ര പൊതുവെ ഒരു LDF കേന്ദ്രീകൃത ഒരു സീറ്റാണ്. മുമ്പ് വേറെ ആൾക്കാർ ജയിച്ചിട്ടുണ്ടെങ്കിലും, പക്ഷേ അങ്ങനെ ഒരു ജയം പ്രതീക്ഷിച്ചിരുന്നു. അതെ, TP രാമകൃഷ്ണൻ സാറായിരുന്നു എൻ്റെ ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ്. വളരെ മാന്യനായ ഒരാളാണ്. അതെ, അദ്ദേഹം വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമുക്കൊക്കെ ഓരോ രാഷ്ട്രീയ സംഘടനയിലും വളരെ ബഹുമാനം തോന്നുന്ന, ഇഷ്ടം തോന്നുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ജയം പ്രതീക്ഷിച്ചിട്ടാണോ പേരാമ്പ്രയിലേക്ക് പോയതെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം എനിക്ക് അതിന് മറുപടിയുള്ളൂ. ജയവും തോൽവിയും നമ്മളെ കയ്യിലല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ജനഹിതാണ്, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഒരു സമയം പോലും പാഴായി പോകരുത് എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ആളുകളോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം ഞാൻ നടത്തി. മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ട് പരമാവധി ആളുകളെ കാണാൻ ഞാൻ ശ്രമിച്ചു. എങ്ങനെയാണ് ഞാൻ കോർപ്പറേഷൻ കൗൺസിലർ ആയിട്ട് മത്സരം നേരിട്ടത്, അതേപോലെ ഒരു വാർഡ് കൗൺസിലർ, വാർഡ് മെമ്പർ ഒരു ഇലക്ഷന് കാണുന്ന പോലെ ഞാൻ പേരാമ്പ്രയിൽ വർക്ക് ചെയ്തു. കുറച്ച് CPM വോട്ടുകൾ പോലും മറിഞ്ഞു. ഞാൻ എല്ലാവരോടും, അതിലിപ്പം രാഷ്ട്രീയം, ജാതി മത ഭേദമന്യേ ഞാൻ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉറപ്പുണ്ട് ഞാനൊരു തവണയെങ്കിലും ഒരാളോട് സംസാരിച്ചാൽ അവർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ ഞാൻ സംസാരിക്കാനും ഇടപെടാനും ശ്രമിച്ചു. അന്നും വിവാദങ്ങൾക്ക് കുറവില്ലായിരുന്നു. നമ്മുടെ സമുദായത്തിൽ പെട്ട കുട്ടിയെ ജയിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരു വിവാദങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. എൻ്റെ ഒരു കൂടപ്പിറപ്പ് പോലെ എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് ഈ പറഞ്ഞ പോലെ പ്രഖ്യാപിച്ച സമയത്താണ് പിന്നെ ഞാൻ ജമാഅത്ത് ഇസ്ലാമി നോമിനിയാന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പിന്നെ സൗത്ത് MLA വന്നിരുന്നത്, ശ്രീ ദേവർകോവിൽ, അഹമ്മദ് ദേവർകോവിൽ. ഞാനന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ പൊതുരംഗത്ത് കുറച്ച് കാലമായിട്ടുള്ള ഒരാളാണ്, പ്രത്യേകിച്ച് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അന്ന് മറുപടി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അനൗൺസ്മെൻറ്റ് വിവാദം വരുന്നത്. അനൗൺസ്മെൻറ്റ് വിവാദം വന്നപ്പം അന്ന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത്, ഞാൻ ഒരു യങ് ആയിട്ടുള്ള കാൻഡിഡേറ്റാണ്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. അത് ഞാൻ ജനറേറ്റ് ചെയ്യുന്നതല്ല, LDF ക്യാമ്പിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും വരുന്നത്.
വരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും വളരെ പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഈ കാര്യങ്ങളോടൊക്കെ സംസാരിക്കാൻ, ഇതിനോടൊക്കെ പിന്നെ എൻ്റെ മറുപടികൾ പറയാനും ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എനിക്ക് സമയം ലഭിച്ചു എന്നുള്ളതാണ്, സമയം ഞാൻ കണ്ടെത്തി എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നത്. സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വളരെ വലിയ സൈബർ ആക്രമണത്തിന് വിധേയമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഫാത്തിമ. അതിനെതിരായിട്ടൊരു വലിയ പോരാട്ടവും തുടങ്ങി വെച്ച്, അതായത് സ്റ്റോക്കിങ്, അതായത് ഈ ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിനിടയിലുള്ള ഇത് പകർത്തി സ്വകാര്യ നിമിഷങ്ങളെ പകർത്തിയിട്ട് അത് റീൽസാക്കി വിടുന്നല്ലേ, ഓൺലൈനിൽ പ്രചരിപ്പിക്കുന്നു. അതിനെതിരെ ഒരു വലിയ പോരാട്ടവും തുടങ്ങി. ഇപ്പോഴും അതിന് കുറവുണ്ടോ അതോ ആക്രമണം? ഇല്ല, ഇത് എൻ്റെ ആദ്യത്തെ പോരാട്ടമൊന്നും അല്ല കേട്ടോ, എൻ്റെ ആദ്യത്തെ മൂവ്മെൻ്റ് അല്ല ഇത്. ആക്ച്വലി 2012 മുതൽ ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഈ ഫേസ്ബുക്കൊക്കെ ഇങ്ങനെ നമ്മൾ ലെവലിലേക്ക് വരുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ ആ ടൈം മുതൽ ഞാൻ പൊളിറ്റിക്സിൽ ആക്റ്റീവായിട്ടുള്ള ടൈം മുതൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുകയും അതൊരു ക്യാമ്പയിനായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആൾ. പല വിഷയങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഒരു യൂണിഫോമിൻ്റെ ഒരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു. സ്കൂൾ ഒരു പെൺകുട്ടികളുടെ യൂണിഫോം ഈരാറ്റുപേട്ട ഭാഗത്തുള്ള ഒരു സ്കൂളിൽ അത് ഏതോ ഒരാൾ ഫോട്ടോ വെച്ചു. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ, അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയ ഒരു ടൂളായി കാണുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് സൊസൈറ്റിയിലുള്ള ചേഞ്ചസിന് ഒരു പക്ഷേ ഇതൊരു സോഷ്യൽ പ്രഷർ ഗ്രൂപ്പായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഈ അറ്റാക്കിങ്ങുകൾ, നിങ്ങൾ ഈ പറയുന്ന പോലെയുള്ള സൈബർ അറ്റാക്കുകൾ അന്ന് മുതലേ ഫേസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേരിൽ ഒരുപാട് വ്യാജ അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുണ്ട്. എൻ്റേതെന്നുള്ള പേരിൽ മെയിലുകൾ വളരെ അതോറിറ്റേറ്റീവായിട്ടുള്ള ഓഫീസിലേക്ക് പോയി അതിനെതിരെ കേസ് കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം സോഷ്യൽ മീഡിയയിൽ വളരെ വൾഗറായിട്ടുള്ള കമൻസ്, വൾഗറായിട്ടുള്ള പിക്ചേഴ്സ്, ഞാൻ എന്നുള്ള രൂപത്തിൽ മറ്റുള്ള അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ഇടപാടുകൾ, അപ്പോൾ ഇതിനൊക്കെ എതിരെ കേസുകൾ ഒത്തിരി കൊടുത്തിട്ടുണ്ട്. അത് സൈബർ സ്റ്റേഷനുകളിലാണെങ്കിലും എൻ്റെ പോലീസ് സ്റ്റേഷനുകളാണെങ്കിലൊക്കെ കേന്ദ്രീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലത് വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്, പക്ഷേ ഒബ്വിയസ്ലി എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പം ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ കൊള്ളുന്ന ഒരാൾക്ക് ഇതൊരു പുതിയൊരു സാധനമല്ലല്ലോ. പക്ഷേ എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സമയത്തൊക്കെ അന്നത്തെ മാനിഫെസ്റ്റോ മേക്കിംഗ് കമ്മിറ്റി ശ്രീ ശശി തരൂറായിരുന്നു. അവരുടെ മുമ്പിലൊക്കെ ഞാനൊരു പോളിസി, ഒരു നയം നമ്മൾ ഈ വിഷയത്തിൽ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. ഇപ്പം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അന്നും പറയുന്നൊരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയ ഇസ് നോട്ട് റെഗുലേറ്റഡ്. അത് പക്ഷേ റെഗുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ അരാജകത്വത്തിലേക്ക് ഇത് മാറും. അത് ഒരുപാട് ആളുകളെ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ ഫിസിക്കലി മാത്രമല്ല ജീവിക്കുന്നത്, നിങ്ങൾ ഡിജിറ്റലി കൂടി ജീവിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങളെ റെപ്രസെൻറ്റേഷൻ ഇവിടെ മാത്രമല്ല ഡിജിറ്റലി കൂടിയുണ്ട്. പക്ഷേ ഇതൊന്ന് ക്ലീൻ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അത് അതിക്രമിച്ചിരിക്കുന്നു. സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് ഗുണമുണ്ട്, അതേസമയം ദോഷമുണ്ട്. ഇതിൽ റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇത് നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യത്ത് നേപ്പാളിലൊക്കെ സംഭവിച്ചൊരു കാര്യമുണ്ട്. അതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും വേണം. റെഗുലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറൊരാളുടെ റൈറ്റിൻ്റെ മുകളിലേക്കല്ല, എന്നാൽ ആ റൈറ്റ് സംരക്ഷിക്കുകയും വേണം നിങ്ങൾക്ക്. സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഒരു എന്താ പറയുക, ഒരു വിപ്ലവം വേണേൽ സംഘടിപ്പിക്കാം നമ്മുടെ രാജ്യത്ത്. റെവല്യൂഷൻ സാധ്യമാണ്. കോക്രോച്ച് ജനതാ പാർട്ടി, യെസ്. അപ്പം ഇതൊക്കെ എന്ത് സാധ്യമാകുന്ന ഒരു കാലമാണ്. പക്ഷേ അത് ബാക്കിയുള്ള ആളുകളുടെ റൈറ്റിന്റെ വയലേഷനായി മാറരുത്. അവരുടെ പ്രൈവസിയിലേക്ക് കയറാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല. പ്രൈവസിയിലേക്ക് കയറുന്ന ഒരു പ്രവണത ഇപ്പൊ ഈ എതിർ ഗ്രൂപ്പുകളിൽ നിന്ന് മാത്രമല്ല, പൊതുവെ സമൂഹത്തിലില്ലേ? ഇപ്പൊ തന്നെ ഏറ്റവും ഒടുവിൽ നടൻ സലീം കുമാറിന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ, അയാളുടെ മോന് വളരെ നിർഭാഗ്യവശാൽ അലറി വിളിക്കേണ്ടി വന്നു. അതിനെ ഈ പറയുന്ന രീതി റെഗുലേറ്റ് ചെയ്യുക, അത്തരം കാര്യങ്ങൾ കുറ്റകരമാണെന്നുള്ളൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടേ? ഇപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പാപ്പരാസി വീഡിയോകൾ എന്നെ ഫോക്കസ് ചെയ്ത് കണ്ട് എന്നോടൊപ്പം അവർ പലപ്പോഴും പേരാമ്പ്രയിലൊക്കെ എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് അവർ വണ്ടി എടുത്തിട്ട് വരും. എനിക്ക് മനസ്സിലാവില്ല, ആദ്യഘട്ടത്തിലൊക്കെ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സുഖമാണെന്ന് പറയും. പിന്നീട് ഞാൻ കാണുന്നത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയില, ഫാത്തിമ തൈലെ സുഖമാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഈ രൂപത്തിലുള്ള ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് അവർ വീഡിയോ ഇറക്കുന്നത്. പിന്നീട് ഞാൻ അവരോട് 1-2 തവണ പറഞ്ഞു, നിങ്ങളുടെ വീഡിയോയുടെ ആംഗിൾ എനിക്ക് പ്രശ്നമാണ്. ഞാൻ പോലും എന്നോട് സമ്മതം ചോദിക്കുന്നില്ല. ഞാൻ വളരെ പ്രൈവറ്റായിട്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ക്യാമറ വെക്കുക? അതെന്നെ മാത്രമല്ല ആ വ്യക്തിയെ കൂടി നിങ്ങൾ അപമാനിക്കുകയല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ 1-2 തവണ ഞാൻ അവരോട് പറഞ്ഞു. വളരെ നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിലാണ് ഞാനൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടത്.
ഇതിൽ ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന പേജുകൾ, ആ പേജുകളിലൂടെയാണ് ഇത്തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഉടമ അല്ല യഥാർത്ഥത്തിൽ വീഡിയോ എടുക്കുന്നത്. അത് ആ നാട്ടിലെ ഏതെങ്കിലും ഫ്രീലാൻസ് ആയിട്ടുള്ള വീഡിയോഗ്രാഫർ അവരൊരു പണം കൊടുത്തിട്ട് നീ ഇന്ന ആംഗിളിലുള്ള വീഡിയോ എടുക്കണം, ഇന്നതാവണം എന്ന് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആളുകൾക്ക് അവസരം കൊടുക്കുന്നു എന്ന് പറയുമ്പം അതിനോടൊപ്പം എത്തിക്സിനെ കുറിച്ചിട്ട് ഇവർ ചിന്തിക്കുന്നില്ല. ആ എത്തിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരാളുടെ മുമ്പിലേക്ക് ഇപ്പം പിന്നെ കൗമുദി ആണെങ്കിൽ വരുമ്പോൾ നമുക്കറിയാം ഓക്കെ ഇത് നിങ്ങളാണ്, ഒരു ലേബലുണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്. അല്ലാതെ ചെറിയ ഫോണുകളുണ്ട്, ഫോണല്ലാത്ത നമുക്ക് മനസ്സിലാവില്ല. ആളുകൾ ക്യാമറ ചെറിയ കുഞ്ഞി ക്യാമറയായിട്ട് വരും. അപ്പോൾ അവർ ക്യാമറയായിട്ടാണോ വരുന്നത്? നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണല്ലോ. അപ്പോൾ വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ ഒരു പരിപാടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ കരുതുക ആ സംഘാടകർ ഒരുക്കിയ ആളുകളാണെന്നാ. ഇപ്പോൾ ഐഫോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന കാലമാണല്ലോ. അപ്പോൾ ഇത് വളരെ അനിയന്ത്രിതമായിട്ടാണ് പോകുന്നത്. മാന്യമായിട്ടുള്ള കാര്യങ്ങൾ അവരെടുത്തോട്ടെ, അതിനൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. സ്വകാര്യതയിലേക്ക് തള്ളിക്കയറുക ഒരിക്കലും പല രീതിയിൽ സിനിമാ താരങ്ങളൊക്കെ പോകുമ്പോൾ അവരുടെ എന്താ പറയുന്നത് എന്തെങ്കിലും ഒരു സാരി മാറി കിടന്ന് അതെടുത്ത് തീർച്ചയായിട്ടും നമ്മളൊക്കെ ഷോള് ഇപ്പം ഞാൻ അതിലെടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. പൊതുസ്ഥലത്താണെങ്കിലും നിങ്ങൾക്ക് സ്വകാര്യത ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പൊതുസ്ഥലത്ത് ഒരു വ്യക്തി അവരുടെ സാരി ശരിയാക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വകാര്യ സമയത്ത് ചെയ്യുന്നതാ, നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഭക്ഷണം കഴിക്കൽ അത് സ്വകാര്യ നിമിഷമായിരിക്കും. ആ സ്വകാര്യതയിലേക്ക് നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ടോ ഇല്ലേ എന്ന് അവരോട് നിങ്ങൾ ചോദിക്കുക, അതിനനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. അപ്പം ഇതൊക്കെ വാല്യൂസ് ആണ്, റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ അധികാര സ്ഥാനത്തിരിക്കുന്നവരും എല്ലാം ഇത്തരം റീൽസിനെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഓൺലൈൻ മീഡിയ മൊത്തത്തിൽ ഞാൻ പറയില്ല, ഈ പറഞ്ഞ ലേബലൈസ്ഡ് അല്ലാത്ത കുറേ ആൾക്കാർ ഇങ്ങനെ റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി തള്ളിക്കയറുന്നവരെ നിരുത്സാഹപ്പെടുത്താത്ത കാഴ്ചയും കാണുന്നുണ്ട്. എനിക്ക് തോന്നിയത് അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇപ്പം എന്നെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഞാൻ സെൽഫ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ആളുകളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതും ഞാൻ വളരെ അടിവരയിട്ടുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊന്നും ഞാൻ അറിയുന്ന ആളുകളല്ല, ഞാൻ മോണിറ്റൈസ് ചെയ്യുന്ന ആളുകളല്ല, എനിക്ക് അങ്ങനെ ഒരു PR ഗ്രൂപ്പിനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളും അല്ല ഞാൻ വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ വരുന്ന ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് വരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ചുറ്റുപാടിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു PR വർക്കിൻ്റെ ആവശ്യമുണ്ടെന്നും തോന്നുന്നില്ല എനിക്ക്. ഞാനൊരു വളരെ സാധാരണക്കാരിയായിട്ടുള്ള MLA. എൻ്റെ നാട്ടിലെ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് ഈ രൂപത്തിലുള്ള വീഡിയോസിൻ്റെ ആവശ്യമില്ല. ശരിക്കും ആരാണ് ഈ ഫാത്തിമ തെഹ്ലിയ? എന്താണ് പശ്ചാത്തലം? എവിടെ പഠിച്ചു? എന്തൊക്കെ പഠിച്ചു? എങ്ങനെയാണ് തുടക്കം കരിയറിൻ്റെ? എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ഫാത്തിമ തെഹ്ലിയ എന്ന് പറയുന്നത് എൻ്റെ ഫുൾ നെയിമാണ്. തെഹ്ലിയ എന്നുള്ള പേരിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പ്യൂരിറ്റി എന്നുള്ളൊരർത്ഥം പറയുന്നുണ്ട്, പ്യൂരിറ്റി. രണ്ടാമത് അലങ്കരിക്കപ്പെട്ടവൾ, ഫേമസ്, അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളും ആ വാക്കിനുണ്ട്. തെഹ്ലിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് സൗദി അറേബ്യയിൽ. അത് വളരെ വിചിത്രമായിട്ടുള്ളൊരു അറിവായിരുന്നു എനിക്ക്. അങ്ങനെ വളരെ പ്രൗഢമായിട്ടുള്ള എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥമാണ് അതിലേക്ക് വരുന്നത്. അലങ്കരിക്കപ്പെട്ടവൾ എന്ന് പറയുമ്പോൾ അതിലെന്തായാലും സൗന്ദര്യം ഉണ്ടാവുമല്ലോ, എനിക്ക് അറിഞ്ഞൂടാ. എല്ലാ അർത്ഥങ്ങളോട് ഉൾക്കൊള്ളുന്ന ആളാണ്. അങ്ങനെ എല്ലാ അർത്ഥങ്ങളും അത് അറിയില്ല. ഞാൻ പഠിച്ചത് എൻ്റെ തന്നെ നാട്ടിൽ കുറ്റിക്കാട്ടൂരിൽ ബി-ലൈൻ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു CBSE സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ ഫാമിലിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥാപനമാണത്. അവിടെ ഒരു ഓർഫനേജ് ഉണ്ട്, ആ ഓർഫനേജിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥാപനമാണത്. പിന്നീട് ഞാൻ +1 +2 കുറ്റിക്കാട്ടൂരുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ അവിടെ നിന്നാണ് ലോ കോളേജിലേക്ക് എൻട്രൻസ് എഴുതിയിട്ട് വരുന്നത്. ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോട് LLB ചെയ്യുന്നു, LLM തൃശ്ശൂർ ലോ കോളേജിൽ ചെയ്യുന്നു. അതിനിടയിൽ ഞാൻ MA ഫോക്ലോർ ഒരു വർഷ വിദ്യാർത്ഥിനിയായിട്ട് പിന്നെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് എഴുതി റാങ്ക് 1 വന്നപ്പം ഞാൻ അവിടെ പഠിക്കാൻ പോയി. അവിടെ നിന്നാണ് പിന്നീട് LLMലേക്ക് മാറുന്നത്. എൻറോൾ ചെയ്തു. പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആണ് ഞാൻ. എൻ്റെ ഫാമിലി ചുറ്റുപാട് എല്ലാവരും ലോയേഴ്സ് ആണ്. എൻ്റെ ഹസ്ബൻഡ് ലോയർ ആണ്, ഷഹസാദ്. അദ്ദേഹം കോഴിക്കോട് ഹൈക്കോർട്ടിലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പാരന്റ് ഫാദർ ലോയറാണ്, സീനിയർ ലോയറാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കസിൻസ് ഒത്തിരി ആൾക്കാർ ലോയേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ലോയർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല, അത് ഒബ്വിയസ്ലി നമുക്ക് പറ്റില്ലല്ലോ. ഞാൻ 2021 വരെ ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഈ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം പിന്നീട് വീണ്ടും തിരക്കുകളായി, പ്രയോറിറ്റി ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റായി.
അപ്പോൾ പ്രാക്ടീസ് കുറച്ച് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എറണാകുളത്തേക്ക് ഹൈക്കോർട്ടിലേക്ക് പ്രാക്ടീസ് മാറ്റണം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്താണ് കുറ്റിച്ചിറയിലേക്ക് മത്സരിക്കാൻ വേണ്ടി പാർട്ടി ആവശ്യപ്പെടുന്നത്. പിന്നീട് കുറ്റിച്ചിറ പോകുന്നു, പിന്നെ പേരാമ്പ്രയിലെത്തുന്നു. അങ്ങനെ ഇപ്പം തന്നെ വനിതാ MLA എന്നുള്ളത് തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ഇതാണ്. അതെ. പക്ഷേ ഇത്രയും കഴിവും ഇത്രയും യോഗ്യതയും എല്ലാം ഉള്ള ഈ MLA ഒരു ആദ്യ വനിതാ മന്ത്രി ആക്കാമായിരുന്നില്ലേ? അതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒരു MLA ആവുക എന്നുള്ളത് പോലും പിന്നെ നമ്മളിങ്ങനെ ആഗ്രഹിച്ച് പ്രവർത്തിച്ച ഒരാളൊന്നുമല്ല ഞാൻ. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രൊഫഷണലി ആഗ്രഹിക്കുകയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യലി എപ്പോഴും ഉണ്ടാവണം എന്നുള്ളത് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നു എൻ്റെ ബ്ലഡിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എപ്പോഴും സോഷ്യലി എൻഗേജ്ഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ പൊളിറ്റിക്സിലേക്ക് വരാൻ പറ്റി. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു 7 അയലത്ത് പോലും നമ്മൾ ആഗ്രഹിച്ചാൽ എത്തോ എന്നുള്ള തോന്നുന്നൊരു ഏരിയ അല്ല. പക്ഷേ പണ്ടെപ്പോഴോ സ്കൂളിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ, എനിക്കൊരു പൊളിറ്റീഷ്യൻ ആവണമെന്ന് ആഗ്രഹമുണ്ട് ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ. അത് ഈ അടുത്ത കാലത്താണ് എൻ്റെ സ്കൂൾ ഗോയിങ് ആയിട്ട് എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ക്ലാസ്മേറ്റ്സ് എന്നോട് പറയുന്നത്, നീ അങ്ങനെ ഒരു മറുപടി പണ്ട് പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പിന്നീട് ഇങ്ങനെ പൊളിറ്റിക്സിലേക്ക് വന്നു. അതെ, തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഒരു പക്ഷേ അദ്ദേഹം ആയിരിക്കും. എനിക്കെല്ലാവിധ എന്താ പറയുക, സപ്പോർട്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതെ എൻ്റെ സ്വന്തം ഡിസിഷനനുസരിച്ചിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതലത്തിലേക്ക് വരാൻ പറ്റും. അങ്ങനെ ഒരു നല്ല ആളെ ജീവിതത്തിൽ കിട്ടുക എന്ന് പറയുമ്പോൾ വലിയൊരു ഭാഗ്യമാണ്. ഇപ്പോൾ ഫാത്തിമ നേരത്തെ പറഞ്ഞു ഒരുപാട് നോകൾക്ക് മുന്നിലൂടെയാണ് കടന്ന് ഇത്രയും എത്തിയത്. ഒരുവിധം ഇപ്പം ഒരു കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാൻ കഴിഞ്ഞു. പക്ഷേ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ, ഇപ്പോൾ ഈ സമുദായം വെച്ചിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, പൊതുവെ പെൺകുട്ടികൾ ഒരുപാട് വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന ഒരു സ്വന്തം കാലിൽ നിൽക്കുന്നു, ഏൺ ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരുപാട് പെൺകുട്ടികൾ ട്രാപ്പ് ചെയ്യപ്പെടുന്നു, വഞ്ചിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. നമ്മളെന്നും പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വാർത്തകളിൽ ഏതെങ്കിലും ഒന്ന് എവിടെയെങ്കിലും കാണും എല്ലാ ദിവസവും. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതെ, അതിൽ പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എഡ്യൂക്കേഷൻ മാത്രം കൊടുത്താൽ പോരാ കുട്ടികൾക്ക്. എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അത് പിന്നെ പെരിഫറലിയുള്ള മാത്രം എഡ്യൂക്കേഷനായിട്ട് മാറുകയാണ്. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനായിട്ട് മാത്രം മാറുകയാണ്. ഈ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനോടൊപ്പം എന്തുകൊണ്ടാണ് മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ദൃഢനിശ്ചയമുള്ള ഒരു തലമുറയെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കാതെ പോകുന്നത്? അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് അല്ല പ്രധാനം, പ്രായോഗിക ജീവിതം. നിങ്ങൾക്ക് എന്താണ് ശരിയും തെറ്റുകളും ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഉൾക്കാഴ്ച നിങ്ങൾക്ക് ഉണ്ടാവുക, അതിൽ പിന്നെ പ്രായോഗികത വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. പിന്നെ ആളുകളോട് നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ഇടപെടാൻ പറ്റുക. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് അറിയുന്ന ഒത്തിരി ആളുകൾ, മെഡിസിൻ പഠിക്കുന്ന ആളുകൾ വളരെ വൾണറബിളാണ്, ഫീബിളാണ് അവർക്ക് എന്തെങ്കിലും വലിയ വിഷയം വരുമ്പോൾ താങ്ങാൻ പറ്റുന്നില്ല, ആത്മഹത്യയിലേക്ക് പോകുന്നു. പിന്നെ മുന്നിൽ വരുന്നത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ ഈ ട്രാപ്പിൽ അകപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ആളുകളെ അനലൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഒരു വ്യക്തിയെ കാണുമ്പം പിന്നെ അല്ലെങ്കിൽ അത്തരത്തിലൊരു എന്തെങ്കിലും ചെറിയൊരു കാര്യം വരുമ്പം അതിന് നിങ്ങളങ്ങ് വിശ്വസിച്ച് പോവല്ലേ. അപ്പം അതിൻ്റെ ഒരു പിന്നെ ഗൗരവമായിട്ടുള്ള രൂപത്തിൽ കാര്യങ്ങളെ കാണാൻ പലപ്പോഴും പറ്റുന്നില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കേണ്ടത് വിദ്യാർത്ഥി യുവജന സംഘടനകളല്ലേ? തീർച്ചയായിട്ടും പൊളിറ്റിക്സിൽ അവിടെ വലിയ റോളുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പോലും ഇത്തരം കാര്യങ്ങളിൽ പ്രതിസ്ഥാനത്ത് വരുന്ന കാഴ്ചകളും നമ്മൾ കാണേണ്ടി വരുന്നുണ്ട് സമകാലിക കേരളത്തിൽ. തീർച്ചയായിട്ടും അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാം നമുക്ക് പിന്നെ എല്ലാം ഓക്കെ ആയിട്ടുള്ളൊരു ലോകമൊന്നും അല്ലല്ലോ. ഇതിൽ ഡിഫറൻസ് ഓഫ് കാര്യങ്ങളുണ്ടാകാം, അതിൽ 1 or 2 അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊരു പ്രോസസ്സാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നിങ്ങളെ ഇവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങൾ കൂടുതൽ റിഫൈൻ ചെയ്ത് ബോൾഡായിട്ടുള്ള ഒരാളാക്കി മാറ്റാൻ പറ്റുന്ന, പിന്നെ നിങ്ങൾക്ക് സെൽഫായിട്ട് ഒന്നുകൂടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉയർത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സിലേക്ക് ആളുകൾ വരുമ്പം അവർക്ക് ഒന്നുകൂടെ സ്വന്തം ഫൂട്ടിൽ നിന്നുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും.
വരും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകൾ വരട്ടെ. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഉത്തരവാദിത്തമാണ്. വിദ്യാർത്ഥി യുവജന സംഘടനകൾ ആ രൂപത്തിൽ കുട്ടികളെ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. എവിടെയാണോ ഇവിടുത്തെ കറിക്കുലം തോറ്റുപോകുന്നത് അവിടേക്ക് നിങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇവരെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. രാഷ്ട്രീയ രംഗത്ത് താങ്കളുടെ ബോധ്യങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കൊക്കെ അതിശക്തമായ പിന്തുണ നൽകിയ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പറയാനുള്ളൂ. ഓ എന്നോടൊപ്പമുള്ള ആൾ തന്നെ എൻ്റെ ഹസ്ബൻഡ്. അദ്ദേഹം, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് നോ കേട്ടിട്ടാണ്. അപ്പം നമുക്കതിൽ സെൽഫായിട്ട് കൂടി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമ്മൾ ഈ നോകളെ വളരെ പ്രയാസപ്പെട്ട് കേട്ടിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പോവുക. അപ്പോൾ അതിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ വിവാഹത്തിന് ശേഷം ഞാൻ കുറച്ചുകൂടെ ഫ്രീ ആയിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള പിന്തുണ നോക്കുകയാണെങ്കിലോ? എനിക്ക് എൻ്റെ ലീഡേഴ്സൊക്കെ ഒത്തിരി പിന്തുണ തരുന്ന ആളുകളാണ്. ബഹുമാന്യരായിട്ടുള്ള നേതാക്കന്മാർ, തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, എപ്പോഴും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ, മുനീർ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവരൊക്കെ തീർച്ചയായിട്ടും വളരെ പിന്തുണ നൽകുന്ന ഒരാളാണ്. രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തി ജീവിതത്തിലേക്ക് നോക്കിയാൽ എന്താണ് താല്പര്യങ്ങൾ, ഹോബികൾ, വായന, രാഷ്ട്രീയ യാത്ര, അങ്ങനെയൊക്കെ നോക്കും? യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് സോളോ ആണ് എൻ്റെ ആഗ്രഹങ്ങളും പോവാറുള്ളതും. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറുണ്ട്? ഒത്തിരി യാത്ര ചെയ്യാറുണ്ട്. ഒറ്റയ്ക്ക് നടക്കുക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വാതന്ത്ര്യമല്ലേ? തീർച്ചയായിട്ടും. ഇതെല്ലാം ഞാൻ ഒരു ബാക്ക് പാക്കും എടുത്തിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ലാസ്റ്റ് നമ്മളെ പ്രിയദർശിനി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് എന്നോട് വളരെ സ്വാഭാവികമായിട്ട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ അങ്ങനത്തെ യാത്രകളൊക്കെ ഓർമ്മ വന്നു. വലിയൊരു, നമുക്ക് തിരിച്ച് ബാഗ് നിറയെ നമ്മളൊരു എനർജി ആയിട്ടായിരിക്കും മടങ്ങുന്നുണ്ടാവുക. യാത്രകൾ തരുന്നൊരു ധൈര്യമുണ്ട്, യാത്രകൾ തരുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട്, ഉൾക്കാഴ്ചയുണ്ട്. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കാത്ത ഡയമെൻഷനിൽ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് യാത്രകൾ ഉപകരിക്കും. അപ്പം അങ്ങനെ യാത്രകൾ ചെയ്യട്ടെ, യാത്രകൾ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. 10 വർഷം കഴിയുമ്പോൾ ഫാത്തിമ തഹലിയയ്ക്ക് ചുറ്റും ഒരുപാട് ഫാത്തിമ തഹലിയമാരുണ്ടാകും. ഉണ്ടാവണല്ലോ. 10 വർഷം കഴിഞ്ഞുള്ളൊരു എങ്ങനെയായിരിക്കും കേരളത്തെ കാണുന്നത്? കേരളത്തിൽ ഒരുപാട് ആളുകൾ വരും. ഞാൻ എൻ്റെ ഒരു നമ്മളൊക്കെ ഡ്രീം ചെയ്യുന്ന പോലെ ഒരു CM പൊസിഷനിലേക്ക് ഒരു സ്ത്രീ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അതിവിദൂരമല്ലാതെ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു ഉൾവിളി എനിക്കുണ്ട്. പുരുഷ കേന്ദ്രീകൃതമായ ഒരു നാട്ടിൽ അത് നടക്കും, തീർച്ചയായിട്ടും നടക്കും. കാലങ്ങൾ മാറല്ലേ, ലോകങ്ങൾ മാറുന്നു, ആളുകളുടെ ചിന്താഗതി മാറുന്നു. തീർച്ചയായിട്ടും പൊളിറ്റിക്സിലേക്ക് അതിവിദൂരമല്ലാതെ നമുക്കൊരു വനിതാ CMനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നായിരിക്കും? അതിനെക്കുറിച്ച് ഞാൻ ലീഗിൽ നിന്നായിരിക്കും? അല്ല, അങ്ങനെ ഞാനൊരു മറുപടി പറയുന്നില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുകയും ഈ ഒരു മാറ്റം ഉണ്ടല്ലോ, ഇതിൻ്റെ പേസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സ്ത്രീകളെ വെൽക്കം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട്. ആ കമ്മ്യൂണിറ്റി കൂടുതൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം നമ്മുടെ റിസർവേഷനൊക്കെ വരാൻ പോവുകയാണ്. ആ റിസർവേഷൻ ബിൽ പാസ്സായി കഴിഞ്ഞു. ഇനിയിപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതേ ഉള്ളൂ. അപ്പം ഇനി മുന്നോട്ട് കേരളത്തിൽ തന്നെ പുതിയ ജനറേഷനിലെ ആളുകൾ വളരെ വെൽക്കമിങ് ആയിട്ട് കാണുന്നുണ്ട്, ഈക്വലി കാണുന്നുണ്ട്. നമ്മൾ ഈ സമത്വത്തിനെ കുറിച്ച് പറയുമ്പം പുതിയ ജനറേഷനിലെ കുട്ടികളോട് നിങ്ങൾ സംസാരിച്ച് നോക്കൂ. അവർ ഗേൾ ബോയ് എന്നൊക്കെ ഉള്ളത് ഒരു തുല്യമായിട്ടുള്ള ആളുകളായിട്ട്, പേഴ്സണാലിറ്റി ആയിട്ട് കാണുന്ന ഒരു ലെവലിലേക്ക് വന്നു. അതെ, ജെൻസി അങ്ങനെയാണ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ആളുകളും ഓഫ് കോഴ്സ് നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. നമ്മൾ ആ പ്രതിസന്ധി, അതായത് ഇന്നലത്തെ പ്രതിസന്ധി അല്ല ഇന്നുണ്ടാവുക, അതിനെ നമ്മൾ തരണം ചെയ്ത് പോകുമെങ്കിലും ഈക്വൽ സ്റ്റാറ്റസിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീകളെയും പുരുഷനെയും കാണുന്ന ഒരു ലോകം അത് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ മെക്കാനിസത്തിലേക്കൊക്കെ വരുമ്പം സ്ത്രീകൾ വരും, ഭരണകേന്ദ്രീകൃതമായിട്ടുള്ള മേഖലയിലേക്ക് സ്ത്രീകൾ വരും. അങ്ങനെ നോക്കുമ്പം എനിക്ക് തോന്നുന്നു നമുക്ക് അതിവിദൂരമല്ലാത്ത ഭാവി വനിതാ മുഖ്യമന്ത്രി. എതിർ രാഷ്ട്രീയ, ഇപ്പം ജയവും തോൽവിയും തെരഞ്ഞെടുപ്പ് ഫലവും എല്ലാം വന്നു കഴിഞ്ഞു. എതിർ രാഷ്ട്രീയ ചേരിയിൽ നിന്ന് അങ്ങനെ ഒരു വനിതാ മുഖ്യമന്ത്രി വരികയായിരുന്നുവെങ്കിൽ, ഹൈപ്പോത്തിക്കേറ്റഡ് ക്വസ്റ്റ്യനാണ്, വരികയായിരുന്നുവെങ്കിൽ അത് ആരായിരുന്നു? നമ്മളെല്ലാവരും ഇപ്പോൾ കേരളത്തിലുടനീളം നമ്മളെല്ലാവരും ശൈലജ ടീച്ചറെ പേര് പറഞ്ഞിരുന്നല്ലോ. ശൈലജ ടീച്ചർ വരട്ടെ എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് LDF ശൈലജ ടീച്ചറെ വെക്കട്ടെ എന്നൊക്കെ ഉള്ളത് നമ്മൾ പല ആൾക്കാരും പറഞ്ഞത് കേട്ടു. അപ്പോൾ എന്തായാലും ഒരു സ്ത്രീ വരിക എന്നുള്ളൊരു സംഭവം വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാണോ? അല്ല, ഞാൻ അതിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനുകളും കാര്യങ്ങളും ഉണ്ട്. നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയാണ് അവർ. തീർച്ചയായിട്ടും ഇപ്പം
ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഓറിയന്റേഷൻ ക്ലാസ്സിൽ വന്ന ഒരു എടുക്കാൻ വിഷയത്തിൽ ഉണ്ട്. ക്ലാസ് എങ്ങനെ എടുക്കുകയൊക്കെ ഉണ്ടായിരുന്നു ചെയ്തിരുന്നു. നല്ലതായിരുന്നു. ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്തു. വളരെ പോസിറ്റീവ്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഒരു പുതിയൊരു MLAക്ക് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ആ ക്ലാസ്സുകൾ. അപ്പം അങ്ങനെ ഒരു അവസരം LDF അവർക്ക് കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് തീർച്ചയായിട്ടും. എന്തായാലും ലീഗ് ഇപ്പോൾ ഒരു MLAക്ക് അവസരം തന്നല്ലോ. ഭാവിയിൽ തന്നെ മന്ത്രിയും ഒരു പക്ഷേ ആദ്യ മുഖ്യമന്ത്രിയൊക്കെ ആകാനുള്ള സമയം ഇനിയും കിടപ്പുണ്ടല്ലോ. അയ്യോ, അതിനെ പറ്റിയിട്ട് എനിക്ക് പറയാൻ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ ആംബിഷ്യസ് ആയിട്ട് ഇന്നത് വേണം എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരാളല്ല. എൻ്റെ ലൈഫിലേക്ക് ഒന്നിൻ്റെയും പിറകെ പോവാതെയാണ്. എല്ലാം വളരെ ഓർഗാനിക് ആയിട്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പലതും നഷ്ടപ്പെട്ടു പോയി എന്ന് സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. പലതും വേണം എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ വണ്ടിയെടുത്ത് കൂടുന്ന ആളുമല്ല. ദുഃഖങ്ങളിൽ മുങ്ങി താഴാറില്ല. ഇല്ല, നിലവിൽ ഉള്ള അവസരങ്ങളിൽ അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. പിന്നെ മനുഷ്യനാണല്ലോ, നമുക്കൊക്കെ പിന്നെ വലിയ അവസരങ്ങൾ എന്നുള്ളതല്ല, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടാകും. ആ ചെറിയ ആഗ്രഹങ്ങളിൽ ഇത്ര വലിയ ആഗ്രഹങ്ങൾ പലപ്പോഴും പെടുത്താറില്ല. ഇപ്പം എപ്പോഴും ഓർക്കാനും അല്ലെങ്കിൽ എപ്പോഴും മൂളി പാടാനും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ഗാനം എന്താണ്? അങ്ങനെ പാട്ടുകളൊക്കെ ഒത്തിരി ഇഷ്ടമാണെങ്കിലും പെട്ടെന്ന് ചോദിക്കുമ്പം ഗസലുകളും സ്ലോ മ്യൂസിക്കൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. ആപ്പ് കി നസ്റൂമേ. അതെ അതെ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രിയങ്കരിയായ ഒരു MLA ആയിട്ട് ഇപ്പോൾ ഉദിച്ചുയർന്നു കഴിഞ്ഞു. കേരളം ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവായി മാറട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.